ഹലോ ഗൈസ്, ഇന്നൊരു ഞായറാഴ്ച ദിവസല്ലേ, അപ്പൊ നമുക്ക് ഇന്നൊരു സൺഡേ വ്ലോഗ് കണ്ടാലോ? ലീവുള്ള ദിവസങ്ങളിൽ നമ്മൾ എന്തൊക്കെയാ ചെയ്യാൻ പോകുന്നതെന്ന്. ഓക്കേ, ഹസ്ബൻഡ് ഇവിടെ ഭയങ്കര വലിയ പണിയിലാണ്. ഫാനൊക്കെ വൃത്തിയാക്കി തന്നോണ്ടിരിക്കുന്നത്. കുട്ടാപ്പി ഇവിടെ കളിച്ചോണ്ടിരിക്കുന്നത്. ആ, ഫുള്ള് പൊടിയാണ്. അപ്പൊ അതൊക്കെ അപ്പൊ ആളിങ്ങനെ കഷ്ടപ്പെട്ട് പണിയൊക്കെ എടുക്കുമ്പോ നമുക്ക് ആൾക്കൊരു മക്ലൂബ ഉണ്ടാക്കി കൊടുത്താലോ? കമോ. ഇത് 1.25 കിലോ ചിക്കൻ ഉണ്ട്. നമുക്കിതൊന്ന് കഴുകി വൃത്തിയാക്കി എടുക്കാം. ആ സമയത്ത് നമ്മൾ അരി ഓൾറെഡി പുതർത്തി വെച്ചിട്ടുണ്ട്. അത് പൊതിരുന്ന നേരം കൊണ്ട് നമുക്ക് ബാക്കി കാര്യങ്ങൾ റെഡിയാക്കി. ചിക്കൻ നല്ല വൃത്തിയായിട്ട് കഴുകി വെച്ചിട്ടുണ്ട്, കണ്ടില്ലേ? അത് നമുക്കൊന്ന് നന്നായിട്ട് 7 മസാല, അതായത് അറബിക് മസാല എല്ലാം ഇട്ടിട്ട് ഒന്ന് നന്നായിട്ട് പുഴുങ്ങിയെടുക്കണം. നമ്മൾ ഇതിലേക്ക് അറബിക് മസാല ആഡ് ചെയ്തിട്ടുണ്ട്. എന്നിട്ട് അതിലേക്ക് 1 ടേബിൾ സ്പൂൺ ഉപ്പും ആവശ്യത്തിലധികം വെള്ളവും, കാരണം നമുക്ക് സ്റ്റോക്ക് ആവശ്യമുണ്ട്. അത് കാരണം കുറച്ച് തോന വെള്ളം. ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത്, ഇതുണ്ടോ ഈ പൊടി ഇതുമായിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണം. എന്നിട്ട് ഒരു ഫാഷന് വേണ്ടി മാത്രം ഒരു നെല്ലിക്ക, ഉണക്ക നാരങ്ങ അതും കൂടെ ഒന്നിട്ട് കൊടുത്തിട്ട് മിക്സ് ആക്കിയിട്ട് കുറച്ചേറെ വെള്ളം. ഉപ്പ് നമ്മുടെ ആവശ്യത്തിന് അനുസരിച്ച് നോക്കി ഇട്ടാൽ മതി കേട്ടോ എല്ലാരും. ഓക്കെ, ഇത്ര വെള്ളം വെച്ചിട്ട് നമുക്കിതൊന്ന് നന്നായിട്ട് വേവിച്ചെടുക്കാം. ചിക്കൻ നന്നായിട്ട് വെന്ത് വരുന്ന സമയത്ത് നമുക്ക് കുറച്ച് വെജീസ് കട്ട് ചെയ്യാം. മക്ലൂബയിൽ വെജീസ് ആണല്ലോ മെയിൻ. നിങ്ങളിങ്ങനെ ആലോചിക്കുന്നുണ്ടാവും, ഞാൻ എന്താ ഈ വീട്ടിൽ കൂടെ നടക്കുമ്പോൾ മാസ്ക് ഇട്ട് നടക്കുന്നേന്ന്. അതെന്താന്ന് വെച്ചാൽ എനിക്ക് പൊടി ഭയങ്കര അലർജിയും കാര്യങ്ങളൊക്കെ ഉള്ള ആൾക്കാർക്ക് അതിന്റെ ബുദ്ധിമുട്ട് മനസ്സിലാവും. ഇതിലോട്ട് ആവശ്യമുള്ള വെജീസ് ഏതൊക്കെയാന്ന് വെച്ചാൽ ബ്രിഞ്ചാൾ ആവശ്യമുണ്ട്, ക്യാപ്സിക്കം, പൊട്ടറ്റോ, പിന്നെ ക്യാരറ്റ്, ഓണിയന്, പിന്നെ ഒരു ടൊമാറ്റോ. ഇത്രയും സാധനങ്ങളാണ് വേണ്ടത്. നമുക്കിതൊന്ന് റൗണ്ടിൽ കട്ട് ചെയ്തെടുക്കാം. ഇങ്ങനെയാണ് നമ്മൾ വെജിറ്റബിൾസ് കട്ട് ചെയ്ത് വെക്കല്. ഇനി നമുക്കിത് ജസ്റ്റ് ചെറുതായിട്ടൊന്ന് ഷാലോ ഫ്രൈ ചെയ്തെടുക്കാം. ചിക്കൻ നന്നായിട്ട് വെന്ത് വരുന്നുണ്ട്. നമുക്ക് കുറച്ച് നേരം കൂടി ഒന്ന് വേവിക്കാം. പാൻ നമ്മൾ ചൂടാക്കാൻ വെച്ചിട്ടുണ്ട്. അതിൽ കുറച്ച് സൺഫ്ലവർ ഓയിൽ ഒഴിച്ചിട്ട് നന്നായിട്ടൊന്ന് ചൂടായി വരുമ്പോൾ ഒരു 2 മിനിറ്റ് ഇട്ട് നമ്മുടെ വെജീസ് എല്ലാം ഒന്ന് ഷാലോ ഫ്രൈ ചെയ്ത്. നമ്മുടെ വെജീസ് ഒക്കെ ഇപ്പൊ നന്നായിട്ട് ഷാലോ ഫ്രൈ ചെയ്ത് നമ്മൾ എടുത്തിട്ടുണ്ട്. അതൊക്കെ മാറ്റിയിട്ട് നമ്മൾ നേരത്തെ ബോയിൽ ചെയ്ത് വെച്ച ചിക്കനില്ലേ, ആ ചിക്കന് ഇതിലിട്ടിട്ട് അതേപോലെ തന്നെ ഒന്ന് ജസ്റ്റ് ഷാലോ ഫ്രൈ ചെയ്തെടുക്കണം. ഹായ് മാളു. മാളെന്താ കഴിക്കുന്നേ? സ്ട്രോബെറി തിന്നാണ്. ഈ മക്ലൂബയുടെ മെയിൻ പ്രോസസ് ഇപ്പോൾ തുടങ്ങാൻ പോകുന്നത് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞുതരാം. ഉണ്ടാക്കാൻ പോകുന്ന പാത്രത്തില് ഒന്ന് നെയ്യോ ബട്ടറോ എന്തെങ്കിലും ഒന്ന് അടിയിൽ നന്നായിട്ടൊന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുത്തിട്ട് നമ്മൾ ഷാലോ ഫ്രൈ ചെയ്ത് വെച്ചിട്ടുള്ള വെജീസ് ഇല്ലേ, അതെല്ലാം ഞാൻ കാണിക്കുന്ന പോലെ അടുക്കി നല്ല വൃത്തിയിൽ. നമ്മൾ ഷാലോ ഫ്രൈ ചെയ്ത് വെച്ച ചിക്കൻ ഉണ്ടല്ലോ, നമ്മൾ ഈ അടുക്കി വെച്ചേക്കുന്ന വെജീസിന്റെ അകത്തോട്ട് ഇപ്പൊ നമ്മൾ ആ വെജീസ് വെച്ചിട്ടില്ലേ, അതേപോലെ തന്നെ ചിക്കനും എടുത്തു വെക്കും. നമ്മൾ വെജീസും ചിക്കനും എല്ലാം വെച്ചിട്ട് സെറ്റാക്കി വെച്ചിട്ടുണ്ട്. അതിലേക്ക് ഇനി നമ്മൾ ഇത്രയും നേരം വെള്ളത്തിൽ സോക്ക് ചെയ്തിട്ടിരുന്ന റൈസ് ഇട്ട് കൊടുക്കാവേ. നമുക്ക് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം.
നമ്മൾ ഈ പാത്രത്തിലായിരുന്നു റൈസ് അളവെടുത്തേ. അപ്പൊ അളവ് നോക്കുമ്പോൾ ഈ പാത്രത്തിന് 2 പാത്രം വെള്ളം വേണം നമ്മുടെ റൈസിന് ആവശ്യമായത്. നമ്മള് ബിസ്മിയും ചൊല്ലി അടുപ്പത്ത് നമ്മൾ വെച്ചിരിക്കുന്ന മക്ലൂബ റെഡി ആവാൻ വേണ്ടി വെച്ചിട്ടുണ്ട്. ഇനി നമുക്കൊരു 10-15 മിനിറ്റ് വെയിറ്റ് ചെയ്യാം. മാളൂസേ, ഒരു പാട്ട് പാടിക്കേ. കൂട്ടിനെ കാട്ടു കുഞ്ഞുള്ളൂ തീറ്റക്ക് അണ്ണൊരു കയ്യേര് നെയ്യപ്പം നെയ്യപ്പം ഇല്ലക്ക് കണ്ണു നെയ്യപ്പം നെയ്യപ്പം അയ്യോ കാക്കെ പറ്റിച്ചേ. അബ്ബാ, ഹസ്ബൻഡ് അവിടെ റെസ്റ്റ് ചെയ്യാനിരിക്കാണ്. കിച്ചൺ ഇപ്പൊ ഒന്നായിട്ട് വൃത്തികേടായിട്ട് അലങ്കോലായിട്ട് കിടക്കല്ലേ. നമുക്കിതൊരു ട്രാൻസാക്ഷൻ വെച്ചാലോ? കിച്ചണിൽ പണി ചെയ്തോണ്ടിരുന്ന സമയം കൊണ്ട് എൻ്റെ ഹസ്ബൻഡ് റൂമും ഹാളും മോളുടെ റൂമും എല്ലായിടും നല്ല സൂപ്പറായിട്ട് അടുക്കി വൃത്തിയാക്കി തൂത്തുവാരി. നമ്മൾ മക്ലൂബയുടെ ലാസ്റ്റ് സ്റ്റേജിലേക്ക് എത്തിയേക്കാണ്. ഇപ്പൊ നമ്മളിത് തിരിച്ച് കൊട്ടുന്ന ആ ഒരു സ്റ്റേജ് ഉണ്ടല്ലോ, അതിലാണ് നമ്മളിപ്പോ ചെയ്യാൻ. ഗായ്സ്, കൊട്ടുന്ന വീഡിയോ കിട്ടിയില്ല. ഞങ്ങൾ പെട്ടെന്ന് കൊട്ടിയപ്പോ ആ വീഡിയോ കിട്ടിയില്ല. വാവ്, നമ്മുടെ മക്ലൂബ് അടിപൊളിയായിട്ട് സെറ്റായി വന്നിട്ടുണ്ട്. മക്ലൂബ് അങ്ങനെ കഴിക്കാൻ പോവാണ്. ടേസ്റ്റ് നോക്കാൻ പോണോ? സൂപ്പർ. ഓക്കേ, അടിപൊളി. അടുത്ത പ്രാവശ്യം വീണ്ടും ഒരു ബ്ലോഗ് ആയിട്ട് വരുന്നവരേക്കും ബൈ ബൈ.